പ്രിയ സ്നേഹിതരെ, നീ ഉയരുകയില്ല എന്ന് പലരും വിചാരിച്ചു. നിന്നെ തകർത്ത് കളയാമെന്ന് പലരും പദ്ധതിയിട്ടതാണ്. നിന്റെ ദൈവമാണ് നിന്നെ നട്ടിരിക്കുന്നത് എന്ന് അറിയുക. അങ്ങനെയെങ്കിൽ ഒരു കാറ്റിനോ പേമാരിക്കോ നിന്റെ വേരിനെ ഇളക്കി മാറ്റാൻ ദൈവം അനുവദിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, ഫെയ്ത്ത്ഫുള്ളാണ്. അവൻ നിങ്ങളെ കൈവിടുകയില്ല. ആമേൻ പറയാമോ? ലോകത്തിന് നാനാഭാഗത്തിരുന്നുകൊണ്ട് അനവധി വീഡിയോയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ ദൈവം ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളോട് കരുണ കാണിക്കാനായിട്ട് പോവുകയാണ്. ലോകത്തിന് നാനാഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളെ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുകയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷ അനുഭവിച്ചിട്ട് പോവുക മാത്രമല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് വിതയ്ക്കാനും കൂടെ നിങ്ങൾ ഉത്സാഹിക്കുന്നുവെങ്കിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം എത്തിക്കാനായിട്ട് ഇടയായിത്തീരും. സോഷ്യൽ മീഡിയയിലൂടെ ശുശ്രൂഷകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല ഒരു ചെലവ് തന്നെയുണ്ട്. എന്നാൽ നിങ്ങൾ നൽകിത്തരുന്ന സാമ്പത്തിക നന്മകൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് അനേകരുടെ വിടുതലിനും അനേകരുടെ ഭവനത്തിലെ ആശ്വാസത്തിനും അനേകരെ നിത്യതയിലേക്ക് നടത്തുവാൻ ഒരു മുഖാന്തരമായി തീരുമെന്ന് അറിയുക. ദൈവം നിങ്ങളുടെ കരങ്ങൾ നൽകി തന്നിരിക്കുന്ന സാമ്പത്തിക നന്മകൾ കർത്താവിൻ്റെ വേലയ്ക്കും വേണ്ടിയും കൂടെ ചെലവാക്കിക്കാട്ടെ. അതൊരിക്കലും ഒരു നഷ്ടമാകുകയില്ല. നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനും അത് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിന്റെ ഇടുക്കം മാറും. നിന്റെ ഞെരുക്കം മാറാനായിട്ട് പോകുകയാണ്. നിന്റെ ഇടുക്കം മാറാനായിട്ട് പോകുകയാണ്. വേദപുസ്തകം എടുക്കാം. 2 രാജാക്കന്മാർ 6:1 തൊട്ട് 7 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീൻ എന്ന് അവൻ പറഞ്ഞു. 3-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. അവരിൽ ഓരോരുത്തൻ ദയ ചെയ്ത് ഞങ്ങളോട് കൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോട് കൂടെ പോയി. അവർ യോർദാങ്കൽ എത്തി മരം മുറിച്ചു. 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലിയൂരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. 6-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിച്ചാട്ടെ. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ച് അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. 7-ാമത്തെ വാക്യം വളരെ ശ്രദ്ധിക്കുക. അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അതെടുത്തു. ഈ വേദഭാഗം ഞാൻ വായിച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇനി നമ്മൾ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുകയാണ്. ശ്രദ്ധിച്ചാട്ടെ. പ്രവാചക ശിഷ്യന്മാർ എന്നത് ഇംഗ്ലീഷിൽ പ്രവാചകന്റെ മക്കൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജഡീയ മക്കളല്ല. അപ്പോൾ തന്നെ ഓർക്കുക, ആത്മീയ ഗുരു എന്ന് പറയുന്നത് പിതാവാണ്. ഇവിടെ ശിഷ്യന്മാർക്ക്
പാർക്കുന്ന സ്ഥലം ഇടുക്കമായിട്ട് മാറുകയാണ്. നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലും നിങ്ങൾ ഇടുക്കമായിട്ട് വളരെ ഞെരുങ്ങിയായിരിക്കാം അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയൊരു വിശാലത നൽകിത്തരാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ തന്നെയെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ദൈവിക സാന്നിധ്യമുണ്ടെങ്കിൽ വർധനവ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും ഒരു വർധനമുണ്ടാകുമെന്നറിയുക. സാമ്പത്തിക മേഖലയിൽ വർധനമുണ്ടാകുന്നു, മറ്റു മേഖലയിൽ വർധനമുണ്ടാകുന്നു. ഇടുക്കം മാറും. എപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം ശക്തമായി വെളിപ്പെടുമ്പോൾ സകല ഇടുക്കങ്ങളും മാറിപ്പോകുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. ഞായറാഴ്ചകളിൽ മാത്രമുള്ള പ്രവർത്തനങ്ങളാണോ നിങ്ങൾക്ക് ഉള്ളത്? കർത്താവിന്റെ വേലയിലായിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, ഞായറാഴ്ച മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമാണോ? അതിനൊരു വിശാലത ഉണ്ടാകണ്ടേ? എല്ലാ ദിവസങ്ങളിലും പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. എങ്കിലേ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. എല്ലാ ദിവസങ്ങളിലും ഞങ്ങളെല്ലാവരും എല്ലാ ദിവസങ്ങളിലും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. സ്വർഗസ്വനായ ദൈവം നിങ്ങൾക്കും വളർച്ച നൽകിത്തരാൻ, നിങ്ങൾക്കും ഉയർച്ച നൽകിത്തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഭകളിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കട്ടെ. ശ്രദ്ധിച്ചാട്ടെ, പഴയ നിയമത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നവർ പ്രവാചകന്റെ അടുക്കലേക്ക് പോയിരുന്നു, അല്ലെങ്കിൽ ദേവാലയത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ ദേവാലയം എന്ന ഒന്നില്ല, മറിച്ച് ദൈവത്തിന്റെ വേലയാണ് ഉള്ളത്. പഴയ നിയമത്തിൽ പ്രവാചകന് മാത്രമേ ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നുള്ളൂ. എഴുതി വച്ചാട്ടെ, പഴയ നിയമത്തിൽ പ്രവാചകന് മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മാനസാന്തരപ്പെട്ട സകലരിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മാനസാന്തരപ്പെട്ട വ്യക്തി ജീവിതങ്ങളാണ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തി ജീവിതമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നടത്തപ്പെട്ട നാം ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുകയാണ്. ആയതിനാൽ പുതിയ നിയമ വിശ്വാസികൾ സ്ഥലകാലമില്ലാതെ, മധ്യസ്ഥന്മാരില്ലാതെ യേശുവിനോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. സ്നേഹിതരെ, ഏത് സമയത്തും ഏത് സന്ദർഭങ്ങളിലും യേശു ക്രിസ്തുവിനോടുകൂടെ അടുത്ത് വന്നിട്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ പുതിയ ഒരു വഴി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു മധ്യസ്ഥന്റെയും ആവശ്യമില്ലാതെ വിശ്വാസികൾക്ക് ഏത് സമയത്തും യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഓടി വരാനായിട്ട് കഴിയും. നാം എവിടെ പോയാലും യേശു കർത്താവ് കൂടെ വരണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കണം. നാം എവിടെ പോയാലും യേശു കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. യേശു കർത്താവ് കൂടെ വരാത്ത ഒരു സ്ഥലത്തും നിങ്ങൾ പോകരുത്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു യോഗത്തിൽ പോകരുത്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു ഇടത്തേക്ക് നിങ്ങൾ പോകരുത്. കർത്താവിന്റെ സാന്നിധ്യമില്ലാത്ത ഒരു വഴിയിൽ നിങ്ങൾ യാത്ര ചെയ്യരുത്. യേശു കർത്താവ് കൂടെ ഇരിക്കാത്ത ഒരു പ്രോഗ്രാമും കാണരുത്. നിന്റെ പ്രാർത്ഥനാ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വരാം, കുടുംബത്തിൽ കല്ലുകടി ഉണ്ടായെന്ന് വരാം, സുവിശേഷ വേലയിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം, സുവിശേഷ വേലയിൽ നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരാം, കടുത്ത പോരാട്ടം എല്ലാം ഉണ്ടായെന്ന് വരാം. സാരമില്ല, യേശു കർത്താവ് കൂടെയുണ്ടോ? അവനോട് നിന്റെ ആവശ്യങ്ങൾ അറിയിക്കുക. അവനോട് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുമ്പോൾ അവൻ അവിടുന്ന് നിവർത്തിച്ച് തരുമെന്ന് അറിയുക. ഈ അവസരത്തിൽ ചെറുപ്പക്കാർക്ക് ഒരു ഉപദേശം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ അതിവേഗം വാഹനം ഓടിച്ചാൽ യേശു കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ വരത്തില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന വലിയ ആക്സിഡന്റിൽ ഏകദേശം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുള്ള 5 MBBS സ്റ്റുഡൻസ് ആണ് മരണപ്പെട്ടു പോയത്. വളരെ പ്രതീക്ഷയോടെ അവരുടെ മാതാപിതാക്കന്മാരൊക്കെ അവരെ പഠിക്കാനായിട്ട് വിട്ടതാണ്. ആ CCTV ദൃശ്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാറ് വന്ന് നിയന്ത്രണം തെറ്റി
KSRTC ബസ്സിൽ വന്നിടിക്കുകയായിരുന്നു, അമിത വേഗതയിലായിരുന്നു എന്ന് പലരും പറഞ്ഞത് ഞാൻ കേട്ടതാണ്. നിങ്ങൾ അമിത വേഗതയിൽ ഈ മഴക്കാലത്ത് വണ്ടി ഓടിച്ചാൽ യേശു കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ വരണമെന്നില്ല. എന്താണ് കാരണം? അവൻ നിയമലംഘനം നടത്തുന്നവനല്ല എന്നറിയുക. അതുപോലെ തന്നെ എന്നും കലഹങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന വീട്ടിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമെന്നില്ല. എന്നും പ്രശ്നങ്ങൾ മാത്രമുള്ള വീട്ടിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകത്തില്ല. പ്രശ്നങ്ങൾ കൂടുമ്പോൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കാൻ ഇടയില്ല. പക്ഷേ അത് ക്രമീകരിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കൂ എന്നറിയുക. അടുത്തതായിട്ട് ഒരു ഉപദേശം കൂടി ഈ അവസരത്തിൽ പറയട്ടെ. കഴിവതും നിങ്ങൾ വായ്പ മേടിക്കരുത്. സഹോദരിമാരോട് ഞാൻ പറയട്ടെ, കഴിവതും നിങ്ങൾ വായ്പ മേടിക്കരുത്. സഹോദരന്മാരോട് അറിയിക്കുകയാണ്, വായ്പ മേടിച്ച് വീട്ടിലെ ചെലവുകൾ നടത്താൻ ശ്രമിക്കരുത്. അനേക പ്രിയപ്പെട്ടവരാണ് സാമ്പത്തിക കടക്കണിയിൽ വീണിട്ട് പ്രയർ ലൈനിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കടം മേടിക്കാൻ ബൈബിളിൽ പറയുന്നില്ല. ബൈബിളിൽ ഒരു വാക്യം പോലും കടം മേടിച്ച് ഉപജീവനം കഴിക്കാൻ വേണ്ടിയിട്ട് പറയുന്നില്ല. ബൈബിളിലെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് കടം മേടിക്കുക എന്ന് പറയുന്നത്. അഥവാ മേടിക്കേണ്ട സാഹചര്യമുണ്ടായാൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള വഴികൾ നിങ്ങൾ കണ്ടെത്തണം. കടം മേടിച്ച് ആരൊക്കെയോ ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്ന ചിലര് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കടം മേടിക്കുന്ന അവസാനിപ്പിക്കുക. കാരണം ബൈബിൾ അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം. ഉള്ളത് കൊണ്ട് പ്രാർത്ഥിച്ച് ഓരോ ദിവസം മുന്നേറാൻ ശ്രമിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രാർത്ഥിച്ച് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്നും പ്രാപിക്കുക. കടക്കാരൻ ഒരു അവസരങ്ങളിൽ പോലും ആയിത്തീരരുത്. നിങ്ങൾക്ക് നഷ്ടമായത് സർവശക്തൻ മടക്കിത്തരാൻ വിശ്വസ്തൻ ആണെന്നറിയുക. എഴുതി വച്ചാട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ ദൈവം മടക്കിത്തരാൻ വിശ്വസ്തനെന്നറിയുക. നാം വായിച്ച വേദഭാഗം വിട്ടുപോകരുത്. ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആരോഗ്യം ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. ദൈവത്തിൻ്റെ കൃപ ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. രോഗശാന്തി വരം ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. ആത്മനിറവ് ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയ സകലതും നിങ്ങൾക്ക് മടക്കിത്തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നറിയുക. പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. ഏതാനും ദിനങ്ങൾ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. 2024 അവസാന മാസത്തിൽ നാം എത്തിയിരിക്കുകയാണ്. കഴിവതും ഒറ്റയ്ക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈ ദിവസങ്ങളിൽ സമയം കണ്ടെത്തുക. കഴിഞ്ഞ 11 മാസം നടത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. സ്വർഗസ്ഥനായി ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ആയതിനാൽ എന്തെങ്കിലും നഷ്ടമായാൽ അതിദാഹത്തോടെ തിരികെ കിട്ടിയേ തീരൂ എന്ന പിടിവാശിയോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ ജീവിതത്തിലും പലതും നഷ്ടപ്പെട്ട് നിരാശയിലായിരിക്കുകയാണ്. നിരാശപ്പെട്ട് തുടർന്ന് ജീവിക്കേണ്ട, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കാൻ മതിയായ ദൈവമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ട സകലതും പലരുടെയും മടങ്ങി അവരുടെ കരങ്ങളിൽ ലഭിക്കാൻ ഇടയായി തീർന്നു എന്ന് അനേകരെ വിളിച്ച് പറയുകയുണ്ടായി. ഇനി 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം വേദഭാഗം 30-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. 6-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. അപ്പോൾ ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാവീദ് വളരെ കഷ്ടത്തിലായി, വളരെ പ്രതിസന്ധിയിലായി. മുൻപോട്ട് ഒരു ചുവട് പോലും എടുത്തു വയ്ക്കാൻ കഴിയാതെ അങ്ങനെയുള്ള അവസരം വന്നപ്പോൾ താൻ ആത്മഹത്യയെക്കുറിച്ചല്ല ചിന്തിച്ചത്. ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് കളയാമെന്നല്ല ചിന്തിച്ചത്. ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നല്ല ചിന്തിച്ചത്. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇന്ന് പകലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ നിന്റെ ദൈവമായ യഹോവയിൽ നീ ധൈര്യപ്പെടുക. ഇനി 19-ാമത്തെ വാക്യം നോക്കിക്കേ. അവർ അപഹരിച്ച് കൊണ്ട് പോയതിൽ ചെറുതോ
വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതെ ഇരുന്നില്ല. ദാവീദെല്ലാം മടക്കി കൊണ്ടുപോന്നു. എല്ലാം താൻ തിരികെ പിടിക്കുകയാണ്. സഹോദരി സഹോദരന്മാരെ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം പ്രാർത്ഥനയിലൂടെ നിനക്ക് തിരികെ പിടിക്കാൻ കഴിയും. നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം പ്രാർത്ഥനയിലൂടെ തിരികെ പിടിക്കാൻ കഴിയും. നിനക്ക് നഷ്ടപ്പെട്ട സാമ്പത്തിക നന്മകൾ പ്രാർത്ഥനയിലൂടെ നിനക്ക് തിരികെ പിടിക്കാൻ കഴിയും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പ്രാർത്ഥനയിലൂടെ തിരികെ പിടിക്കാൻ കഴിയും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, പ്രാർത്ഥനയിലൂടെ തിരികെ പിടിക്കാൻ കഴിയും. അതെ, ഞാനും നിങ്ങളും അത് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? പ്രാർത്ഥനയിൽ പോരാടണം. അടുത്തത് ഒരു കാര്യം കൂടെ പറയുന്നു, ശത്രുവിനോട് യുദ്ധം ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് സകലതും തിരികെ നേടണം. എങ്ങനെയാ തിരികെ നേടാൻ കഴിയുന്നത്? ശത്രുവിനോട് യുദ്ധം ചെയ്തിട്ട്. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ അയൽവക്കത്തുള്ളവരല്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് മാംസത്തിന് മാംസവും അസ്ഥിയും ഉള്ളവരല്ല. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാത്ത അദൃശ്യ ശക്തികളുമായിട്ടാണ് നമുക്ക് പോരാട്ടമുള്ളത്. വേദപുസ്തകം പറയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിൻ്റെ ആ അധിപതിയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ ശക്തികളോടാണ്, പൈശാചിക മേഖലയോടാണ്. അങ്ങനെ യുദ്ധം ചെയ്ത് ദൈവത്തിൽ വിശ്വസിച്ച് സകലതും തിരികെ നേടാം. നാം ചിന്തിച്ചു തുടങ്ങിയ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. പ്രവാചകൻ ദൈവാത്മാവിൽ വിശ്വസിച്ച് ഒരു കമ്പ് വെട്ടിയെടുക്കുകയാണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യം ശാസ്ത്രത്തിനോ ലോകത്തിൻ്റെ ബുദ്ധിക്കോ നിരക്കാത്ത കാര്യമാണ്. പ്രവാചകൻ കമ്പ് വെട്ടി വെള്ളത്തിന്മീതെ എറിഞ്ഞപ്പോൾ താണുപോയ കോടാലി പൊങ്ങി വരികയാണ്. ഈ പറയുന്ന കാര്യം ശാസ്ത്രത്തിനെതിരാണ്. ഈ പറയുന്ന കാര്യം നിന്റെ ബുദ്ധിക്കെതിരാണ്. ആ കമ്പ് ഊളിയിട്ട് ചെന്ന് ചേറിൽ പൊതിഞ്ഞു കിടന്ന ഒരു കോടാലി പൊക്കിയെടുത്തു കൊണ്ടുവന്നു. ഇത് അത്ഭുതമാണ്, ദൈവത്തിന്റെ അത്ഭുതമാണ് നീ പ്രതീക്ഷിക്കേണ്ടത്. ദൈവത്തിൽ നിന്നുള്ള അത്ഭുതമാണ് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് നേടേണ്ടത്. വീണ്ടും പറയാൻ ആഗ്രഹിക്കണം, ശ്രദ്ധിച്ചേ, ഇത് പ്രവാചകന്റെ മിടുക്കുകൊണ്ട് സംഭവിച്ചതല്ല, ദൈവാത്മാവിന്റെ പ്രവർത്തനമാണ്. ഞങ്ങൾ ഇവിടുന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് രോഗികൾ സൗഖ്യമാകുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അനേകർ വിടുവിക്കപ്പെടുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചില ജീവിതത്തിൽ വഴികൾ തുറക്കുന്നത് ഞങ്ങളുടെ മിടുക്ക് കൊണ്ടല്ല, ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ്. സയൻസിന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അത്യുന്നതനായ ദൈവം ചെയ്യുന്നത് ബുദ്ധി കൊണ്ടോ സയൻസിന്റെ പരീക്ഷണശാലയിലോ മനസ്സിലാക്കാൻ സാധ്യമല്ലേ അല്ല. ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതം നടക്കുന്നത് സയൻസിന് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയത്തില്ല. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം നടക്കുന്നത് മാനുഷിക ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല. പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എൻ്റെ ബുദ്ധിക്ക് അതീതമായി നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഗൾഫ് നാടുകളിൽ ഇരുന്നുകൊണ്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മ ഇടപെടുന്നു. കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ഈ 2024 ഈ 12ാമത്തെ മാസം ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഇരുമ്പ് കോടാലി പൊങ്ങി വന്നതുപോലെ നഷ്ടപ്പെട്ടു പോയത് പൊങ്ങി വരാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. ഒരിക്കലും ദൈവീയ അത്ഭുതങ്ങൾ വിശദമാക്കാൻ കഴിയത്തില്ലേ ഇല്ല എന്നറിയുക. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി വിശദമാക്കാൻ കഴിയത്തില്ല. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന വിശദമാക്കാൻ കഴിയത്തില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുമ്പോൾ അത്ഭുതം സംഭവിക്കുന്നത് അത് ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അതേ, ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറുകയാണ്. എഴുതി വച്ചാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അസാധ്യങ്ങൾ സാധ്യമായി മാറുന്നത്. ഇരുമ്പ് വെള്ളത്തിന് അടിയിൽ നിന്ന് പൊങ്ങി വന്നത് ഒരത്ഭുതമല്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇരുമ്പ് താണുപോയ ഇരുമ്പ് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വന്നത് ഒരത്ഭുതമല്ലേ? കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ ഇതാ കോടാലി പൊങ്ങി വന്നിരിക്കുകയാണ്. നിന്റെ കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് ഇതാ നിന്റെ അത്ഭുതം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് നിന്റെ വഴി തുറന്നു വന്നിരിക്കുകയാണ്. വിദേശ രാജ്യത്തേക്ക് പോകുവാൻ
അനേക തവണ ശ്രമിച്ച ഒരു വ്യക്തി ജീവിതം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. 16 തവണ നിങ്ങൾ പരാജയപ്പെട്ടു, 16 തവണ. എന്നാൽ ഇതാ നിന്റെ കൈയെത്തി പിടിക്കാവുന്ന ദൂരത്ത് നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനെന്ന് ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ അറിയിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ ഇതാ കോടാലി പൊങ്ങി വന്നിരിക്കുകയാണ്. ആ നേരത്ത് പ്രവാചകൻ പറഞ്ഞു, ആവശ്യക്കാരെ പിടിച്ചെടുത്തുകൊള്ളുക. അപ്പോൾ അവൻ കൈനീട്ടി പിടിച്ചെടുത്തു. ആ അത്ഭുതം അവൻ്റേതായിട്ട് മാറുകയാണ്. അവൻ പിടിച്ചെടുത്ത സമയത്ത് ആ അത്ഭുതം അവൻ്റേതായിട്ട് മാറുകയാണ്. നഷ്ടപ്പെട്ടത് അവൻ്റേതായിട്ട് മാറുകയാണ്. ഇതാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്ത് ഇതാ നിൽക്കുകയാണ്. ഈ അത്ഭുതം നിൻ്റേതായിട്ട് മാറുകയാണ്. നിനക്ക് കയ്യെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ ലഭിച്ചിരിക്കുന്ന ആ നന്മ നിന്റെ നന്മയായിട്ട് മാറുകയാണ്. യെസ്, നിന്റെ നഷ്ടപ്പെട്ടത് മടങ്ങി വരാനായിട്ട് പോകുകയാണ്. ആർക്കാണ് വിശ്വസിക്കാനായിട്ട് കഴിയുന്നത്? ഒരു അന്ധനെ പോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ഒരു ബുദ്ധിശൂന്യനായ ഒരു വ്യക്തി ജീവിതം എങ്ങനെയാണോ വിശ്വസിക്കുന്നത് അതുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നറിയാം. എന്താണ് കഴിഞ്ഞ നാളുകളിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന കണക്കെടുത്തേ, നീ അതെല്ലാം എഴുതി വെച്ചാട്ടെ. എന്നിട്ട് വേദപുസ്തകത്തിന്റെ മുകളിലോട്ട് കരമച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതെല്ലാം തന്നെ നിനക്ക് തിരികെ ഒരു പോറൽ പോലും ഏൽക്കാതെ മടങ്ങി വരിക തന്നെ ചെയ്യുമെന്നറിയുക. ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു മങ്ങൽ പോലും ഏൽക്കാതെ നിന്റെ കരങ്ങളിൽ നിന്റെ അത്ഭുതം മടങ്ങി വരാനായിട്ട് പോകുകയാണ്. നിനക്കുള്ളത് സഹോദരി സഹോദരന്മാരെ, നിനക്കുള്ള നന്മ നഷ്ടപ്പെടുത്തി കളയാൻ ദുഷ്ടനെ എൻ്റെ ദൈവം അനുവദിക്കയില്ല എന്ന് ഈ അവസരത്തിൽ അറിയിക്കട്ടെ. നിനക്കുള്ള നന്മ നിന്റെ കരങ്ങൾ ലഭിക്കും. നിനക്കുള്ള സാമ്പത്തിക നന്മ നിന്റെ കരങ്ങൾ ലഭിക്കും. അത് ശത്രു അപഹരിച്ചു കൊണ്ട് പോകാനുള്ളതല്ല, അത് ശത്രു നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. നിനക്കുള്ള നന്മ നിന്റെ കരങ്ങളിലുണ്ട്. നിങ്ങൾക്കത് ലഭിക്കാൻ പോവുകയാണ്. അത് നീ അനുഭവിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ നീ അനുഭവിക്കാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിൽ നിനക്കത് നന്മയായിട്ട് മാറാനായിട്ട് പോവുകയാണ്. ഇതാ നഷ്ടപ്പെട്ടു പോയ കോടാലി എങ്ങനെയാണോ പ്രവാചക ശിഷ്യൻ ഒരു കമ്പ് വെട്ടിയ വെള്ളത്തിന് മീതെ എറിഞ്ഞത്, അപ്പോൾ അത് പൊങ്ങി വന്നതുപോലെ ചില അത്ഭുതങ്ങൾ പൊങ്ങി വരാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതത്തെ അങ്ങ് കൊണ്ടുവരണമേ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെയും പൊങ്ങി വരാത്ത ചില ദൈവപ്രവൃത്തി പൊങ്ങി വരാൻ പോകുന്നു. ഇന്നുവരെയും നടക്കാത്ത അത്ഭുതങ്ങൾ പൊങ്ങി വരാൻ പോകുന്നു. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്തുനിന്ന് പൊങ്ങി വരാൻ പോകുകയാണ്. നിന്റെ തലമുറ വിഷയത്തിൽ അത്ഭുതം പൊങ്ങി വരാൻ പോകുകയാണ്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതം പൊങ്ങി വരാനായിട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രയർ ലൈനിലേക്ക് ഒരു കുടുംബം വിളിക്കുകയുണ്ടായി. നടക്കത്തില്ല എന്ന് ശത്രു പല ആവർത്തി അവരോട് മന്ത്രിച്ചപ്പോൾ, വിദേശ രാജ്യത്ത് അവർക്കൊരു വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പല തവണ ആവർത്തിച്ചപ്പം അവിടുത്തെ നിയമങ്ങളൊക്കെ അവർക്ക് പ്രതികൂലമായി നിന്നപ്പോഴും പ്രാർത്ഥിച്ച് അവരോട് ആലോചന പറഞ്ഞു. കർത്താവ് അത്ഭുതത്തെ ചെയ്യാൻ പോകുകയാണ്. അവർ മെഡിക്കൽ രംഗത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും വിശ്വാസത്താൽ പറയപ്പെട്ട ആലോചനകൾ സ്വീകരിക്കുകയുണ്ടായി. അവർക്ക് വേണമെങ്കിൽ ലോകപ്രകാരം ചിന്തിക്കാമായിരുന്നു. അവർക്ക് വേണമെങ്കിൽ ബുദ്ധി കൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആലോചനയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അവർ റിസീവ് ചെയ്തപ്പോൾ ചില മണിക്കൂറിനുള്ളിൽ ദൈവപ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരാനായിട്ടിടയായി തീർന്നു. ആർക്ക് വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമേ അവിടുന്ന് ഇന്നും പ്രവർത്തിക്കുകയുള്ളൂ. നിന്റെ വിശ്വാസം ഏത് തലത്തിലായിരിക്കുന്നു? നിന്റെ വിശ്വാസം കണ്ടിട്ടാണ് സ്വർഗസ്ഥനായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. നിന്റെ ഇപ്പോഴത്തെ ഇല്ലായ്മ കണ്ടിട്ട് അവിടുന്ന് പ്രവർത്തിക്കാൻ പോവുകയാണ്. പറയണ, കർത്താവേ, എൻ്റെ ഇല്ലായ്മയെ നിറയ്ക്കാൻ അങ്ങ് സർവശക്തിയുള്ള ദൈവമാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനവധി അത്ഭുത പ്രവർത്തനങ്ങൾ കർത്താവെ ഞങ്ങൾ വായിക്കുന്നു. ആ അത്ഭുത പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം എൻ്റെ ജീവിതത്തിൽ അങ്ങ് നിറവേറ്റി തരണമെന്ന് ആരാണ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നത്? വിശ്വാസത്തോടെ ആരാണ് കാൽച്ചുവടുകൾ മുൻപോട്ടെടുത്തു വയ്ക്കാൻ താല്പര്യപ്പെടുന്നത്, മനസ്സ് കാണിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലാണ്
വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് ഒരു പക്ഷേ നിങ്ങൾ വളരെ ഞെരുക്കത്തോടെ ആയിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു പ്രിയ കുടുംബം സാക്ഷി പറഞ്ഞ് നിങ്ങൾ കേട്ടതാണ്. ഞെരുക്കത്തിൽ ആയിരുന്ന ഒരു കുടുംബം, അവർക്കൊരു ഭവനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വചനം ശുശ്രൂഷ അവർ കേൾക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ആ വചന ശുശ്രൂഷ ഏറ്റെടുത്തു, അവർ ഭവന പണി ആരംഭിക്കാനിടയായി. ഞാൻ ആ ഭവനത്തിൽ പോയത് പ്രാർത്ഥിച്ചതാണ്. ആ ഭവനത്തിൽ വലിയ വിശാലതയും കൊടുത്തു. ഇന്ന് ഞാൻ ചില ദൂതുകൾ നിങ്ങളിലേക്ക് കൈമാറാൻ പോവുകയാണ്. ഞെരുക്കത്തിലിരിക്കുന്ന നിനക്ക് അവിടുന്ന് വിശാലം നൽകി തരാൻ പോകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പോലും കഴിയാത്ത വളരെ ഇടുങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്ക് ദൈവം ഒരു വിശാലം നൽകി തരാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വിശ്വാസമുള്ളവരെല്ലാം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഞെരുക്കം മാറി ഒരു വിശാലത ഞങ്ങളുടെ ജനത്തിന് അങ്ങ് ഒരുക്കി കൊടുക്കണമേ. ഈ ദിവസങ്ങളിൽ നെഗറ്റീവ് ന്യൂസ് മാത്രം കേട്ട് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന അനവധി പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വിശ്വാസത്തിന് പോലും ക്ഷീണം സംഭവിക്കത്തക്ക നിലയിൽ നീ വളരെ മുരടിച്ചിരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരു പുത്തൻ ഉണർവ് ഈ നേരത്തെ ഉണ്ടായി വരട്ടെ എന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണ്ണൂരായിരിക്കുന്ന കവി സിസ്റ്ററേയും കുടുംബത്തേക്ക് നന്ദിയോടെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കാലിൻ്റെ വേദന പ്രിയ മകളുടെ സൗഖ്യമാകേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. വെയിറ്റ് കുറയണം, അതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്തെ ശക്തമേറിയ വേദന മാറിപ്പോകാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ നടക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ. കുടുംബത്തിലുള്ള ഇളയ മകൾ സംഗീതയ്ക്ക് കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു. സ്വർഗസ്ഥനായ ദൈവം തലമുറകളെ കുറിച്ച് ആദരിക്കേണ്ടതിന് 2024 ചില വാഗ്ദത്ത് നിവൃത്തി നടക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അബ്രഹാമിനും സാറയ്ക്കും തലമുറകളെ കൊടുത്ത് മാനിച്ചതുപോലെ ഈ കുടുംബത്തെയും ദൈവം മാനിക്കേണ്ടത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കണ്ണൂരായിരിക്കുന്ന കർത്താവെ കവിത സിസ്റ്ററേയും കുടുംബത്തെ നന്ദിയോട് ഓർക്കുന്ന കാലിൻ്റെ വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വെയിറ്റ് കുറയുന്ന അനുഭവം ഉണ്ടാകട്ടെ. കർത്താവെ നോർമലായി തീരട്ടെ. നടുവിൻ്റെ വേദന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മാറട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ആയുസ് ഉണ്ടാകട്ടെ, ആരോഗ്യം ഉണ്ടാകട്ടെ. കുടുംബത്തിലുള്ള ഇളയ മകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 12 വർഷക്കാലമായി തലമുറകളില്ലാതെ ഭാരപ്പെടുകയാണ്. 2024 ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തി ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനും സാറയ്ക്കും തലമുറകളെ കൊടുത്ത് ആദരിച്ചതുപോലെ ഈ ഭവനത്തെ, ഈ പ്രിയമകളെ ദൈവം ആദരിക്കണമേ. ഒന്നിനും കുറവില്ലാത്തവരായി ദൈവം ഉയർത്തണം, മാനിക്കണം. 2024 മുഴുവൻ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് അനവധി പേര് ഈ പ്രാർത്ഥനയിൽ ജോയിനായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. അങ്ങയുടെ നാമജൊല്ലി അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തീർന്നു വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതിൻ്റെ ചെറിയ മറവിൽ നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സംരക്ഷിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.